Welcome to the lecture series on signals and systems. In this lecture, we will discuss about inverse Z transform. Partial fraction method. Inverse Z transform using partial fraction method. Partial fraction method use ചെയ്ത് inverse Z transform ചെയ്യുമ്പോൾ കുറച്ച് ഫോർമുല അറിഞ്ഞിരിക്കണം. Inverse Z transform of Z by Z minus A is A raised to n U of n. അതിന്റെ ROC mod Z greater than mod A. ഇത് കഴിഞ്ഞ ദിവസം ചെയ്ത 2-3 ഫങ്ഷൻസ് ആണ്. അതിന്റെ ROCയും Z ട്രാൻസ്ഫോമും ആണ് എഴുതിയിരിക്കുന്നത്. A raised to n U of n ന്റെ Z ട്രാൻസ്ഫോം Z by Z minus A. അത് കഴിഞ്ഞ ദിവസം ചെയ്തതാണ്. അതുപോലെ മൈനസ് A raised to n U of minus n minus 1. അതിന്റെ Z ട്രാൻസ്ഫോമും Z by Z minus A ആണ്. പക്ഷേ അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഫസ്റ്റ് ഫംഗ്ഷന്റെ ROC mod Z greater than mod A ആണ്. സെക്കൻഡ് ഫംഗ്ഷന്റെ ROC mod Z ലെസ് ദാൻ mod A. അതായത് ഗ്രേറ്റർ ദാൻ സിമ്പൽ വരുന്നത് കോസൽ സീക്വൻസ് വരുമ്പോഴാണ്. അത് പറഞ്ഞിട്ടുള്ളതാണ്. അതായത് സർക്കിളിന് ഔട്ട്സൈഡ് ROC ഷെയ്ഡ് ചെയ്യുമ്പോൾ സർക്കിളിന് ഔട്ട്സൈഡ് വരുന്നത് കോസൽ സീക്വൻസിനാണ്. അതുപോലെ ROC mod Z ലെസ് ദാൻ വരുന്നത് ആന്റി കോസൽ സീക്വൻസ് ആണ്. കോസൽ ആണെങ്കിൽ ഔട്ട്സൈഡ് ദ ഔട്ടർ മോസ്റ്റ് സർക്കിൾ എന്ന് പറയും. രണ്ട് സർക്കിൾ ഉണ്ടെങ്കിൽ ROC കോസൽ സീക്വൻസിന്റെ ആണെങ്കിൽ ഷെയ്ഡ് ചെയ്യുമ്പോൾ ROC ഔട്ട്സൈഡ് ഉള്ള സർക്കിളിന്റെ പുറത്താണ് വരിക. ഔട്ടർ മോസ്റ്റ് സർക്കിളിന്റെ ഔട്ട്സൈഡ്. സ്റ്റേബിൾ ആണെങ്കിൽ ROC കണ്ടെയ്ൻസ് ദ യൂണിറ്റ് സർക്കിൾ എന്നാണ് പറയുക. ROC ഷെയ്ഡ് ചെയ്യുന്ന പോർഷൻ അകത്ത് യൂണിറ്റ് സർക്കിൾ വരും. അത് അറിഞ്ഞിരിക്കണം. ഇപ്പൊ ഇൻവേഴ്സ് ചെയ്യാൻ അത് അറിഞ്ഞിരിക്കണം. ഇനി A ഈക്വൽ ടു 1 വരുമ്പോഴുള്ള കേസാണ് തൊട്ടടുത്തത് എഴുതിയിരിക്കുന്നത്. തേർഡ് കേസ് A ഈക്വൽ ടു 1 വന്നാൽ Z by Z minus 1 1 raised to n U of n വരും. എന്ന് വെച്ചാൽ U of n ആണ്. അതിന്റെ Z ട്രാൻസ്ഫോം Z by Z minus 1. അപ്പൊ അതിന്റെ ROC mod Z greater than 1. അതുപോലെ മറ്റേ കേസും വരും. Z by Z minus 1-ന് സെക്കൻഡ് ഒരു കേസ് കൂടെ വരാം. U of minus n വരുന്നത് മൈനസ് A raised to n U of minus n minus 1. അങ്ങനെയാണെങ്കിൽ mod Z ലെസ് ദാൻ 1 എന്ന് വരും. അതുപോലെ Z by Z minus A ഹോൾ സ്ക്വയർ അതിന്റെ ROC n A raised to n minus 1 U of n. n A raised to n minus 1 U of n. Z by Z minus A ഹോൾ ക്യൂബ് ആണെങ്കിൽ n into n minus 1 A raised to n minus 2 U of n by 2 factorial. ഇനി പ്രോബ്ലം ചെയ്യാം. First question, find the inverse Z transform of x of Z equal to 1 minus 1 by 3 Z inverse divided by 1 minus Z inverse into 1 plus 2 Z inverse. ROC തന്നിരിക്കുന്നത് mod Z greater than 2 എന്നാണ്. അപ്പൊ ആദ്യം x of Z equal to 1 minus 1 by 3 ആ ഫോർമുലയില് ഇൻവേഴ്സ് കളഞ്ഞിട്ട് x of Z by Z കാണണം. ഇൻവേഴ്സ് കളഞ്ഞിട്ട് ഇസഡിന്റെ ടേം ആക്കാൻ വേണ്ടി ഹയസ്റ്റ് പവർ ഏതാന്ന് വെച്ചാൽ അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ഇപ്പൊ ഡിനോമിനേറ്ററിൽ 1 മൈനസ് ഇസഡ് ഇൻവേഴ്സും 1 പ്ലസ് 2 ഇസഡ് ഇൻവേഴ്സും ഉണ്ട്. അപ്പം അതിൽ ഇസഡ് കളയാൻ വേണ്ടി ആ രണ്ട് ബ്രാക്കറ്റിലും ഇസഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ഫസ്റ്റ് ബ്രാക്കറ്റില് ഇസഡ് മൈനസ് 1 വരും. സെക്കൻഡ് ബ്രാക്കറ്റില് ഇസഡ് പ്ലസ് 2 വരും. അപ്പൊ ഡിനോമിനേറ്ററിൽ 2 ഇസഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ദാറ്റ് ഈസ് ഇസഡ് സ്ക്വയർ കൊണ്ട് ഡിനോമിനേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. ഡിനോമിനേറ്ററിൽ ഇസഡ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ന്യൂമറേറ്ററിലും ഇസഡ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എങ്കിലല്ലേ ആ ഫംഗ്ഷൻ സെയിം ആയിട്ട് നിൽക്കത്തുള്ളൂ എക്സ് ഓഫ് ഇസഡ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ന്യൂമറേറ്ററിൽ ഇസഡ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇസഡ് ഇൻറ്റു ഇസഡ് മൈനസ് 1 by 3 എന്ന് വരും. ആ ന്യൂമറേറ്ററിൽ ഇസഡ് സ്ക്വയർ ഇൻറ്റു 1 മൈനസ് 1 by 3 ഇസഡ് ഇൻവേഴ്സിന്റെ അതിൽ ഒരു ഇസഡ് അകത്ത് മൾട്ടിപ്ലൈ ചെയ്തു. ഇത് എല്ലാ ഇൻവേഴ്സ് കാണാനും ഈ മെത്തേഡ് സെയിം ആണ്. ഇത് ഫോളോ ചെയ്യേണ്ട ഈ മെത്തേഡ് സെയിം ആണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എക്സ് ഓഫ് ഇസഡ് ഇൻവേഴ്സ് കളയുക. സെക്കൻഡ് സ്റ്റെപ്പ് എക്സ് ഓഫ് ഇസഡ് ബൈ ഇസഡ് കാണുക.
എക്സ് ഓഫ് ഇസഡ് ബൈ ഇസഡ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലും ഇസഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. റൈറ്റ് സൈഡിലും ഇസഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം ഇസഡ് മൈനസ് 1/3 ബൈ ഇസഡ് മൈനസ് 1 ഇൻറ്റു ഇസഡ് പ്ലസ് 2. ഇനി പാർഷ്യൽ ഫ്രാക്ഷൻ ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ ചെയ്ത പോലെ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യുക. അതായത് എ ബൈ ഇസഡ് മൈനസ് രണ്ട് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അവിടെ എസ് മൈനസ് 1 എസ് പ്ലസ് 2 എന്നൊക്കെ ആയിരുന്നു വന്നിരുന്നത്. ഇവിടെ എസിന് പകരം ഇസഡ് വന്നു, അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പൊ എ ബൈ ഇസഡ് മൈനസ് 1 പ്ലസ് ബി ബൈ എക്സ് ഓഫ് ഇസഡ് ബൈ ഇസഡ് ഈക്വൽ ടു എ ബൈ ഇസഡ് മൈനസ് 1 പ്ലസ് ബി ബൈ ഇസഡ് പ്ലസ് 2. ഇനി എന്ത് ചെയ്യാ? പാർഷ്യൽ ഫ്രാക്ഷനിൽ എയുടെയും ബിയുടെയും വാല്യൂ കാണുക. എയുടെയും ബിയുടെയും വാല്യൂ കാണുക, LCM എടുക്കുക. LCM എടുത്തിട്ട് എയുടെയും ബിയുടെയും വാല്യൂസ് കണ്ടുപിടിക്കുക പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട്. ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ ചെയ്ത പോലെ തന്നെ, അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അവിടെ എസ് വന്നേ ഉള്ളൂ വ്യത്യാസം. അപ്പം എ ഈക്വൽ ടു 2/9 വരും, ബി ഈക്വൽ ടു 7/9 വരും. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് ആ എക്സ് ഓഫ് ഇസഡ് ബൈ ഇസഡിനെ എക്സ് ഓഫ് ഇസഡ് ഈക്വൽ ടു എന്ന് പറഞ്ഞാക്കുക. അതായത് ഇസഡ് കൊണ്ട് റൈറ്റ് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ആ എക്സ് ഓഫ് ഇസഡ് ഈക്വൽ ടു 2/9 ഇസഡ് ബൈ ഇസഡ് മൈനസ് 1 പ്ലസ് 7/9 ഇസഡ് ബൈ ഇസഡ് പ്ലസ് 2. ഇനി ഇൻവേഴ്സ് ട്രാൻസ്ഫോം, ഇപ്പൊ എക്സ് ഓഫ് ഇസഡിനെ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്ത് ഒരു ഫോമിലാക്കി. 2/9 ഇസഡ് ബൈ ഇസഡ് മൈനസ് 1 പ്ലസ് 7/9 ഇസഡ് ബൈ ഇസഡ് പ്ലസ് 2. ഇനി ഇതിന്റെ ഇൻവേഴ്സ് എടുക്കുക. ഇൻവേഴ്സ് എടുക്കാൻ എക്സ് ഓഫ് ഇസഡ് ആണ് ഇപ്പൊ കിട്ടിയത്. എക്സ് ഓഫ് എൻ ഈക്വൽ ടു എക്സ് ഓഫ് ഇസഡിന്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം എക്സ് ഓഫ് എൻ. എക്സ് ഓഫ് എൻ ഈക്വൽ ടു 2/9 ഇസഡ് ബൈ ഇസഡ് മൈനസ് 1ന്റെ ഇൻവേഴ്സ്. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. യു ഓഫ് എന്നിന്റെ ഇസഡ് ട്രാൻസ്ഫോം. യു ഓഫ് എന്നിന്റെ ഇസഡ് ട്രാൻസ്ഫോം ആണ് ഇസഡ് ബൈ ഇസഡ് മൈനസ് 1. ഇവിടെ മോഡ് ഇസഡ് ഗ്രേറ്റർ ദാൻ സിമ്പിൾ ആണെങ്കിൽ യു ഓഫ് എൻ ആണ്. അപ്പൊ ഈ ഫംഗ്ഷന്റെ ഇപ്പൊ എക്സ് ഓഫ് ഇസഡ് കിട്ടി. എക്സ് ഓഫ് ഇസഡ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്തപ്പം രണ്ട് ഫംഗ്ഷൻ വന്നു. അതിന്റെ പോൾസ് കാണാൻ ഡിനോമിനേറ്റർ ഈക്വൽ ടു 0 ഇടുക. അതായത് ഇസഡ് മൈനസ് 1 ഈക്വൽ ടു 0, ഇസഡ് പ്ലസ് 2 ഈക്വൽ ടു 0. അപ്പൊ പോൾസ് ഇസഡ് ഈക്വൽ ടു 1ഉം ഇസഡ് ഈക്വൽ ടു -2 ആണ് കിട്ടുക. അപ്പം 1ഉം -2 ആണ് അതിന്റെ പോൾസ്. അപ്പൊ സർക്കിൾ വരച്ചു കഴിഞ്ഞാല് അത് ROC ഇസഡ് ട്രാൻസ്ഫോം പ്ലോട്ട് ചെയ്യാൻ പറഞ്ഞാല് ROC പ്ലോട്ട് ചെയ്യാൻ പറഞ്ഞാല് ഇസഡ് മൈനസ് 1 പ്ലസ് 7/9 1 ബൈ ഇസഡ് പ്ലസ് 2. So x of z equal to 2/9 into z by z minus 1 plus 7/9 z by z plus 2. ഇനി ഇൻവേഴ്സ് എടുക്കാൻ z by z minus 1ന് രണ്ട് ഇൻവേഴ്സ് ഉണ്ട്. അതാണ് ഞാൻ ഇവിടെ നേരത്തെ പറഞ്ഞത്. a raised to n u of n ഉം മൈനസ് a raised to n u of minus n minus 1 ഉം ഉണ്ട് z by z minus aക്ക്. അതുപോലെ z by z minus 1ന് u of n ഉം ഉണ്ട്, മൈനസ് u of minus n minus 1 ഉം ഉണ്ട്. അത് ആ ടേബിള് പഠിക്കണം. ആ പേജ് നമ്പർ 29ലുള്ള ഈ ടേബിള് ഇത് ബൈഹാർട്ട് അറിഞ്ഞിരിക്കണം. ഈ വാല്യൂസ് ഇതില് യു ഓഫ് എന്നിന് എക്ക് 1 വരുമ്പോഴുള്ള കേസാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ വന്നിരിക്കുന്നത് ഇസഡ് ബൈ ഇസഡ് മൈനസ് 1. അത് യു ഓഫ് എന്നും വരും, മൈനസ് യു ഓഫ് മൈനസ് എൻ മൈനസ് 1 വരും. അപ്പൊ ഇൻവേഴ്സ് എടുക്കുമ്പം ഒരു ഡൗട്ട് വരും, യു ഓഫ് എൻ എടുക്കണോ മൈനസ് യു ഓഫ് മൈനസ് എൻ മൈനസ് 1 എടുക്കണോ? അങ്ങനെ വരുമ്പം ROC നോക്കുക. ഇവിടെ ക്വസ്റ്റ്യനിൽ ROC തന്നിരിക്കുന്നത് അതാണ്, ഗ്രേറ്റർ ദാൻ ഇട്ട് തന്നിട്ടുണ്ട്. ഗ്രേറ്റർ ദാൻ 2 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഈ പോൾസ്, ഇതിന്റെ പോൾസ് ഞാൻ പറഞ്ഞു 1ഉം -2 ആണ് പോൾസ്. ഡിനോമിനേറ്റർ ഈക്വൽ ടു 0 ഇടുക പോൾസ് കാണാൻ. അപ്പൊ 1ഉം -2 ആണ് ഇതിന്റെ പോൾസ്. അപ്പൊ രണ്ട് സർക്കിൾ വരും, 1 റേഡിയസ് ഉള്ള സർക്കിളും 2 റേഡിയസ് ഉള്ള സർക്കിളും ROC. അപ്പൊ മോഡ് ഇസഡ് ഗ്രേറ്റർ ദാൻ 2 എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് ദ ഔട്ടർ മോസ്റ്റ് സർക്കിൾ ആണ്, അല്ലെ? രണ്ടാമത്തെ സർക്കിളിന്റെ പുറത്താണ്. 2 എന്ന് പറയുന്ന പുറത്തുള്ള സർക്കിളാണ്, 1 എന്ന് പറയുന്ന ഇൻസൈഡ് ഉള്ള സർക്കിൾ. അപ്പൊ ഗ്രേറ്റർ ദാൻ 2 ആണ്. അപ്പൊ ROC ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് ഔട്ട്സൈഡ് ആണ്. ROC ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് ഔട്ട്സൈഡ് ആണ്, ഗ്രേറ്റർ ദാൻ സിമ്പൽ ആണ്. അങ്ങനെ വരുമ്പം യു ഓഫ് എൻ പ്ലസ് എൻ ഉള്ളത് എടുക്കുക. ലെസ് ദാൻ വരുമ്പോഴാണ് ROC ഷെയ്ഡ് ചെയ്യുന്നത്, ഇൻസൈഡ് വരുമ്പോഴാണ്, ലെസ് ദാൻ എന്ന് പറഞ്ഞ് വരുമ്പോഴാണ് എന്ത്
മൈനസ് യു ഓഫ് മൈനസ് എൻ മൈനസ് വൺ എന്നുള്ള ഫോർമുല എടുക്കേണ്ടത്. അപ്പൊ ഈ കേസിൽ എടുക്കേണ്ടത് ടേക്കിംഗ് ഇൻവേഴ്സ് ഇസഡ് ട്രാൻസ്ഫോം എക്സ് ഓഫ് ഇസഡിന്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം എക്സ് ഓഫ് എൻ 2/9 അതേപോലെ എഴുതുക. ഇസഡ് ബൈ ഇസഡ് മൈനസ് വണ്ണിന്റെ ഇൻവേഴ്സ് യു ഓഫ് എൻ പ്ലസ് 7/9 ഇസഡ് ബൈ ഇസഡ് പ്ലസ് 2 അതിന്റെ ഇൻവേഴ്സ് അത് എ റൈസ് ടു എൻ യു ഓഫ് എൻ എന്നുള്ള ഫോം ആണ്. എയുടെ വാല്യൂ -2 ആണ്. സോ -2 റൈസ് ടു എൻ യു ഓഫ് എൻ അതാണ് അതിന്റെ ഇൻവേഴ്സ് ഇസഡ് ട്രാൻസ്ഫോം. ഇതുപോലെ ഏത് ഫംഗ്ഷൻ തന്നാലും ഈ സെയിം മെത്തേഡാണ് ഫോളോ ചെയ്യേണ്ടത്. വേറൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എക്സ് ഓഫ് ഇസഡ് ഫൈൻഡ് ദ ഇൻവേഴ്സ് ഇസഡ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് ഇസഡ് ഈക്വൽ ടു 7z മൈനസ് 23 ബൈ z മൈനസ് 3 ഇൻറ്റു z മൈനസ് 4 ROC മോഡ് z ഗ്രേറ്റർ ദാൻ 4. ഈ ക്വസ്റ്റ്യൻ അപ്പോൾ എങ്ങനെ ചെയ്യാം? ഇതില് ഇസഡ് ഇൻവേഴ്സ് ഇല്ല, ഡയറക്റ്റ് ആയിട്ട് ഇസഡ് എന്നുള്ള ഫോമിൽ തന്നെയാണ് തന്നിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാ? ഡയറക്റ്റ് പാർഷ്യൽ ഫ്രാക്ഷനിലേക്ക് പോവാം. അപ്പൊ എക്സ് ഓഫ് ഇസഡ് ബൈ ഇസഡ് ആദ്യം ചെയ്യാം. അത് ചെയ്തിട്ടേ പാർഷ്യൽ ഫ്രാക്ഷൻ എപ്പോഴും ചെയ്യാവുള്ളൂ. ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ ഇൻവേഴ്സ് മാറ്റുക, ഇല്ലെങ്കിൽ ഡയറക്റ്റ് എക്സ് ഓഫ് ഇസഡ് ബൈ ഇസഡ് കാണുക, എന്നിട്ട് പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യുക. അപ്പൊ എക്സ് ഓഫ് ഇസഡ് ബൈ ഇസഡ് എന്താ? എക്സ് ഓഫ് ഇസഡ് ബൈ ഇസഡ് ഈക്വൽ ടു 7z മൈനസ് 23 ഡിവൈഡഡ് ബൈ ഇസഡ് ഇൻറ്റു ഇസഡ് മൈനസ് 3 ഇൻറ്റു ഇസഡ് മൈനസ് 4. ലെഫ്റ്റ് സൈഡിൽ ഇസഡ് കൊണ്ട് ഡിവൈഡ് ചെയ്തു, അപ്പൊ റൈറ്റ് സൈഡിലും ഇസഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കുക. എ ബൈ ഇസഡ് പ്ലസ് ബി ബൈ ഇസഡ് മൈനസ് 3 പ്ലസ് സി ബൈ ഇസഡ് മൈനസ് 4. ഇനി നോർമൽ പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്തിട്ട് എ ബി സി വാല്യൂ കാണുക, എ ബി സി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ എക്സ് ഓഫ് ഇസഡ് ബൈ ഇസഡ് കിട്ടി. നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്താ? എക്സ് ഓഫ് ഇസഡ് കാണുക. അപ്പൊ ആ ബൈ ഇസഡ് ചെയ്തത് അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് എയുടെ വാല്യൂ -23/12 വരും, ബിയുടെ വാല്യൂ 2/3 വരും, സി ഈക്വൽ ടു 5/4 വരും. ഈ വാല്യൂസ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി എക്സ് ഓഫ് ഇസഡ് ഈക്വൽ ടു -23/12 ഇസഡ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് 2/3 ഇസഡ് ബൈ ഇസഡ് മൈനസ് 3 പ്ലസ് 5/4 ഇസഡ് ബൈ ഇസഡ് മൈനസ് 4. ടേക്കിംഗ് ഇൻവേഴ്സ് ഇസഡ് ട്രാൻസ്ഫോം. ഇൻവേഴ്സ് എടുക്കുമ്പോൾ 1ന്റെ ഇൻവേഴ്സ് എന്താണ്? 1ന്റെ ഇൻവേഴ്സ് ഇസഡ് ട്രാൻസ്ഫോം ഡെൽ ഓഫ് എൻ ആണ് അല്ലെ? ഞാൻ ആദ്യം ഇമ്പൾസ് ഫംഗ്ഷൻ ചെയ്തു. ഫൈൻഡ് ദ ഇസഡ് ട്രാൻസ്ഫോം ഓഫ് ഇമ്പൾസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞൊരു പ്രോബ്ലം ചെയ്തു. അപ്പം ഇമ്പൾസ് ഫംഗ്ഷന്റെ എല്ലാ ട്രാൻസ്ഫോമും 1 ആണ്. അതായത് 1ന്റെ ഇൻവേഴ്സ് ഇമ്പൾസ് ഫംഗ്ഷൻ ആണ്. അപ്പൊ -23/12 എന്ന് പറഞ്ഞാൽ -23/12 ഇൻറ്റു 1 എന്നാണ്. സോ എക്സ് ഓഫ് ഇസഡിന്റെ ഇൻവേഴ്സ് എടുത്താൽ എക്സ് ഓഫ് എൻ ഈക്വൽ ടു -23/12 ഇൻറ്റു ഡെൽ ഓഫ് എൻ പ്ലസ് 2/3 ഇൻറ്റു ഇസഡ് ബൈ ഇസഡ് മൈനസ് 3. അപ്പൊ ഇസഡ് ബൈ ഇസഡ് മൈനസ് എ എന്നുള്ള ഫോം ആണ്. എക്ക് പകരം 3 ആണ്. അപ്പൊ 3 റൈസ് ടു എൻ യു ഓഫ് എന്നും ഉണ്ട്, രണ്ടെണ്ണം വരുമല്ലോ ഇസഡ് ബൈ ഇസഡ് മൈനസ് എക്ക്. 3 എ റൈസ് ടു എൻ യു ഓഫ് എന്നും ഉണ്ട്, മൈനസ് എ റൈസ് ടു എൻ യു ഓഫ് മൈനസ് എൻ മൈനസ് 1 ഉണ്ട്. അപ്പൊ ഏതെടുക്കണം എന്നുള്ളത് നോക്കാൻ ഇവിടെ ആ ക്വസ്റ്റ്യനിൽ ROC നോക്കുക. ROC ഗ്രേറ്റർ ദാൻ 4 ആണ്. ഗ്രേറ്റർ ദാൻ 4 എന്ന് പറയുമ്പോൾ എന്താ? ഔട്ട് സൈഡ് ആണ് വരച്ചിരിക്കുന്നത്. ഔട്ടർ മോസ്റ്റ് സർക്കിളിന്റെ ഔട്ട് സൈഡ്. ഇവിടെ പോൾസ് വരുന്നത് ഏതൊക്കെയാണ്? ഡിനോമിനേറ്റർ ഈക്വൽ ടു 0 വരുമ്പോ ഇടുമ്പോ ഫസ്റ്റ് പോള് ഏതാ? ഇസഡ് ഈക്വൽ ടു 0-ല്, ഇസഡ് ഈക്വൽ ടു 3-ല്, ഇസഡ് ഈക്വൽ ടു 4-ല് അല്ലെ? അല്ല, ഇസഡ് ഈക്വൽ ടു 3-ഉം ഇസഡ് ഈക്വൽ ടു 4-ഉം അവിടെയാണ് ഇതിന്റെ പോൾസ് വരിക. ഔട്ടർ മോസ്റ്റ് സർക്കിൾ എന്ന് പറയുമ്പോൾ ഇസഡ് ഈക്വൽ ടു 4 ആണ്. അപ്പൊ അതിന്റെ ഔട്ട് സൈഡ് ആണ് ഇവിടെ ക്വസ്റ്റ്യനിൽ ROC വന്നിരിക്കുന്നത്. ഗ്രേറ്റർ ദാൻ സിമ്പിൾ ആണ്. അപ്പം എ റൈസ് ടു എൻ യു ഓഫ് എൻ പ്ലസ് എൻ എന്നുള്ളത് എടുക്കുക. അപ്പൊ 3 റൈസ് ടു എൻ യു ഓഫ് എൻ പ്ലസ് 5/4 4 റൈസ് ടു എൻ യു ഓഫ് എൻ. അതേ ഉള്ളൂ. ഇതെല്ലാം ബാക്കിയുള്ളതെല്ലാം ഈ സെയിം മെത്തേഡിൽ ചെയ്താൽ മതി. ഡിറ്റർമിൻ ദ കോസൽ സിഗ്നൽ എക്സ് ഓഫ് എൻ. ഈ ഡിറ്റർമിൻ ദ കോസൽ സിഗ്നൽ എക്സ് ഓഫ് എൻ ആണ് ക്വസ്റ്റ്യൻ. ROC തന്നിട്ടില്ല. കോസൽ സിഗ്നൽ എന്ന് പറയുമ്പോൾ ഏതെടുക്കാനാ പറഞ്ഞിരിക്കുന്നത്? കോസൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെടുത്തോണം? ഇൻവേഴ്സ് കാണുമ്പോ. ഇപ്പൊ ഇതാ പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ച് ചെയ്തു പോവുക. പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ച് ചെയ്തു പോകുമ്പോൾ
എക്സ് ഓഫ് ഇസഡ് ഈക്വൽ ടു ഇൻവേഴ്സ് ഉണ്ട്. ഇൻവേഴ്സ് കളയാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇസഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇസഡ് വെച്ച് ഡിനോമിനേറ്ററില് ആദ്യത്തെ ബ്രാക്കറ്റില് ഇസഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇസഡ് പ്ലസ് 1 വരും. സെക്കൻഡ് ബ്രാക്കറ്റില് ഇസഡ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, കാരണം ഹോൾ സ്ക്വയർ ഉണ്ട്. അപ്പം ഇസഡ് സ്ക്വയർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലാണ് അവിടെ എന്ത് വരും? ഇസഡ് മൈനസ് 1 ഹോൾ സ്ക്വയർ എന്ന് വരും. ആ ഇൻവേഴ്സ് കളയണേ, ഇസഡ് മൈനസ് 1 ഹോൾ സ്ക്വയർ. അപ്പൊ ഡിനോമിനേറ്ററിൽ ആദ്യത്തേതിൽ ഇസഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, സെക്കൻഡ് ടേമിൽ ഇസഡ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ടോട്ടല് ഇസഡ് ക്യൂബ് ആണ് ഡിനോമിനേറ്ററിൽ. അപ്പൊ അത് ആ ഫംഗ്ഷൻ എക്സ് ഓഫ് ഇസഡ് ചേഞ്ച് ആകാതിരിക്കാൻ ഡിനോമിനേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്ത സാധനം കൊണ്ട് തന്നെ ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഇസഡ് ക്യൂബ് ബൈ ഇസഡ് പ്ലസ് 1 ഇസഡ് മൈനസ് 1 ഹോൾ സ്ക്വയർ. ഇനി അതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കുക. എക്സ് ഓഫ് ഇസഡ് ബൈ ഇസഡ് കാണുക, ഈക്വൽ ടു ഇസഡ് സ്ക്വയർ ബൈ ഇസഡ് പ്ലസ് 1 ഇൻറ്റു ഇസഡ് മൈനസ് 1 ഹോൾ സ്ക്വയർ. ഇനി അതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കുക. പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കുമ്പോൾ എ ബൈ ഇസഡ് പ്ലസ് 1 പ്ലസ് ബി ബൈ ഇസഡ് മൈനസ് 1 പ്ലസ് സി ബൈ ഇസഡ് മൈനസ് 1 ഹോൾ സ്ക്വയർ. എ ബി സി കാണുക. എ ബി സി വാല്യൂസ് ഇതാണ്: 1/4, 3/4, 1/2. അതാണ് എ ബി സിയുടെ വാല്യൂ. നെക്സ്റ്റ് ടേക്കിംഗ് ഇൻവേഴ്സ് ഇസഡ് ട്രാൻസ്ഫോം. എക്സ് ഓഫ് ഇസഡ് ബൈ ഇസഡ് ആണ് കിട്ടിയത്. എക്സ് ഓഫ് ഇസഡ് ഈക്വൽ ടു ഇസഡ് കൊണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം 1/4 ഇസഡ് ബൈ ഇസഡ് പ്ലസ് 1 പ്ലസ് 3/4 ഇസഡ് ബൈ ഇസഡ് മൈനസ് 1 പ്ലസ് 1/2 ഇസഡ് ബൈ ഇസഡ് മൈനസ് 1 ഹോൾ സ്ക്വയർ. ഇൻവേഴ്സ് എടുക്കാൻ നേരത്ത് ക്വസ്റ്റ്യനിൽ ആർ ഒ സി തന്നിട്ടില്ല, പക്ഷെ പറഞ്ഞിട്ടുണ്ട് ഫൈൻഡ് ദ കോസൽ സീക്വൻസ് എക്സ് ഓഫ് എൻ ആണ്. ഞാൻ പറഞ്ഞു കോസൽ എന്നുള്ള വേർഡ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ യു ഓഫ് എൻ എടുത്തോണം, കോസൽ ആണെങ്കിൽ. അപ്പം ആൻസർ എന്ത് വരും? 1/4 ഇൻറ്റു -1 റേസ് ടു n യു ഓഫ് എൻ പ്ലസ് 3/4 റേസ് ടു n പ്ലസ് 3/4 യു ഓഫ് എൻ പ്ലസ്, ഇനിയും അടുത്ത സീക്വൻസ് നോക്കിയേ, അടുത്ത വാല്യൂ ഇസഡ് ബൈ ഇസഡ് മൈനസ് 1 ഹോൾ സ്ക്വയർ. അതിന്റെ ഇൻവേഴ്സ് കാണാൻ ഇസഡ് ബൈ ഇസഡ് മൈനസ് 1ന്റെ ഹോൾ സ്ക്വയർ, അതിന്റെ ഇൻവേഴ്സ് കാണാൻ അതിനാണ് ആ ടേബിൾ നോക്കുക. ആ ടേബിളിലുണ്ട് ഇസഡ് ബൈ ഇസഡ് മൈനസ് എയുടെ ഹോൾ, ഇസഡ് ബൈ ഇസഡ് മൈനസ് എ ഹോൾ സ്ക്വയറിന്റെ ഇൻവേഴ്സ് ഉണ്ട്. അപ്പൊ അവിടെ എക്ക് പകരം 1 കൊടുത്താൽ മതി. അപ്പൊ n ഇൻറ്റു 1 റേസ് ടു n മൈനസ് 1 യു ഓഫ് എൻ, ദാറ്റ് ഈസ് n ഇൻറ്റു യു ഓഫ് എൻ. n ഇൻറ്റു യു ഓഫ് എൻ ആണ് ഇസഡ് ബൈ ഇസഡ് മൈനസ് 1 ഹോൾ സ്ക്വയറിന്റെ ഇൻവേഴ്സ്. സോ ആൻസർ 1/4 -1 റേസ് ടു n യു ഓഫ് എൻ പ്ലസ് 3/4 യു ഓഫ് എൻ പ്ലസ് 1/2 ഇൻറ്റു n യു ഓഫ് എൻ. ഇൻവേഴ്സ് ഡി ടി എഫ് ടി കാണാൻ പറഞ്ഞാലും സെയിം മെത്തേഡാണ്. ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഇസഡിന് പകരം ഇ റേസ് ടു ജെ ഒമേഗ ഇടുക. അതിനി വേറെ ആയിട്ട് പഠിപ്പിക്കുന്നില്ല. ഇത് കാണാമോ? അനാലിസിസ് ഓഫ് എൽ ടി ഐ സിസ്റ്റംസ്. ഇത് മൊഡ്യൂൾ 6 ആണേ. അനാലിസിസ് ഓഫ് എൽ ടി ഐ സിസ്റ്റംസ് യൂസിങ് ഇസഡ് ട്രാൻസ്ഫോം ആണ് ഫസ്റ്റ്. യൂസിങ് ഡി ടി എഫ് ടി ഉണ്ട് സിലബസിൽ. എൽ ടി ഐ സിസ്റ്റം മീൻസ് ലീനിയർ ടൈം ഇൻവേരിയന്റ് സിസ്റ്റം. ഇവിടെ പറയുന്നത് ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റം ആയിരിക്കും. ലാപ്ലേസും സി ടി എഫ് ടിയും യൂസ് ചെയ്യുന്നത് കണ്ടിന്യൂസ് ടൈം സിസ്റ്റത്തിനായിരുന്നു. അതിന് ഇക്വലന്റ് ആയിട്ട് ഇവിടെ ഡിസ്ക്രീറ്റ് ടൈമിൽ വരുന്നതാണ് ഇസഡ് ട്രാൻസ്ഫോമും ഡി ടി എഫ് ടി. അപ്പം ആ സിസ്റ്റം കാണിച്ചിട്ടുണ്ട്, ആ ബോക്സ് ഇട്ട് കാണിച്ചിരിക്കുന്നതാണ് സിസ്റ്റം. അതിന്റെ ഇമ്പൾസ് റെസ്പോൺസ് എച്ച് ഓഫ് എൻ, കൊടുക്കുന്ന ഇൻപുട്ട് എക്സ് ഓഫ് എൻ, അതിന്റെ ഔട്ട്പുട്ട് വൈ ഓഫ് എൻ. അപ്പോൾ വൈ ഓഫ് എൻ്റെ ഇക്വേഷൻ വൈ ഓഫ് എൻ ഈക്വൽ ടു എക്സ് ഓഫ് എൻ കൺവല്യൂഷൻ എച്ച് ഓഫ് എൻ. ഇത് മൊഡ്യൂൾ 1 ടോപ്പിക്കാണ്. വൈ ഓഫ് എൻ ഈക്വൽ ടു എക്സ് ഓഫ് എൻ കൺവല്യൂഷൻ എച്ച് ഓഫ് എൻ. ഇനിയും അതിന്റെ ഇസഡ് ട്രാൻസ്ഫോം എടുക്കുക. ഇസഡ് ട്രാൻസ്ഫോം എടുക്കുമ്പോൾ വൈ ഓഫ് ഇസഡ് ഈക്വൽ ടു വൈ ഓഫ് എന്നിന്റെ ഇസഡ് ട്രാൻസ്ഫോം വൈ ഓഫ് ഇസഡ്, ക്യാപിറ്റൽ വൈ ഓഫ് ഇസഡ്. എക്സ് ഓഫ് എന്നിന്റെ ഇസഡ് ട്രാൻസ്ഫോം ക്യാപിറ്റൽ എക്സ് ഓഫ് ഇസഡ്. എച്ച് ഓഫ് എന്നിന്റെ ഇസഡ് ട്രാൻസ്ഫോം ക്യാപിറ്റൽ എച്ച് ഓഫ് ഇസഡ്. ഇനി ഞാൻ പറഞ്ഞിരുന്നു കൺവല്യൂഷൻ ഇൻ ടൈം ഡൊമൈൻ ഈസ് ഈക്വൽ ടു മൾട്ടിപ്ലിക്കേഷൻ ഇൻ ഫ്രീക്വൻസി ഡൊമൈൻ.
അപ്പം ഇതില് ഇസഡ് ഡൊമൈനിലാക്കുമ്പോൾ ടൈം ഡൊമൈനിലായിരുന്നു കൺവല്യൂഷൻ സിമ്പിൾ ഇട്ടത്. അത് ഇസഡ് ഡൊമൈനിലേക്ക് മാറ്റുമ്പോൾ എന്താ ആ കൺവല്യൂഷൻ സിമ്പിൾ മാറിയിട്ട് ഇൻറ്റു ആവും. y of z ഈക്വൽ ടു എക്സ് ഓഫ് z ഇൻറ്റു എച്ച് ഓഫ് z. അതിൽ നിന്ന് എച്ച് ഓഫ് z ഈക്വൽ ടു y of z ബൈ എക്സ് ഓഫ് z. ഈ എച്ച് ഓഫ് z പറയുന്നതാണ് സിസ്റ്റം ഫംഗ്ഷൻ ഓർ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. അപ്പോൾ ഫൈൻഡ് ദ സിസ്റ്റം ഫംഗ്ഷൻ ഓർ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് ചോദിച്ചാൽ y of z ബൈ എക്സ് ഓഫ് z കാണാനാണ് ക്വസ്റ്റ്യൻ. ഇനി ഫൈൻഡ് ദ ഇമ്പൾസ് റെസ്പോൺസ് എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യണം? ഇതിന്റെ എച്ച് ഓഫ് z കണ്ടിട്ട് അതിന്റെ ഇൻവേഴ്സ് എടുക്കുക. എച്ച് ഓഫ് z ഇൻവേഴ്സ് ആണ് എച്ച് ഓഫ് n അല്ലേ? അതായത് സിസ്റ്റം ഫംഗ്ഷന്റെ ഓർ ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ ഇൻവേഴ്സ് ആണ് ഇമ്പൾസ് റെസ്പോൺസ്. അതറിഞ്ഞിരിക്കണം. സിസ്റ്റം ഫംഗ്ഷൻ ഓർ ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ ഇൻവേഴ്സ് ആണ് ഇമ്പൾസ് റെസ്പോൺസ്. തിരിച്ചു പറയുകയാണെങ്കിൽ എന്താ, ഇമ്പൾസ് റെസ്പോൺസിന്റെ ഇസഡ് ട്രാൻസ്ഫോം എടുത്താൽ സിസ്റ്റം ഫംഗ്ഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കിട്ടും. എച്ച് ഓഫ് എന്നും എച്ച് ഓഫ് ഇസഡും തമ്മിലുള്ള റിലേഷൻ അറിഞ്ഞിരിക്കണം. അത് വെച്ച് പ്രോബ്ലം ചെയ്യാം. അതിനു മുമ്പ് ഒരു സ്റ്റെബിലിറ്റി ആൻഡ് കോസാലിറ്റി കണ്ടീഷനോട് അറിഞ്ഞിരിക്കണം. കോസാലിറ്റി സ്റ്റെബിലിറ്റി കണ്ടീഷൻ ഞാൻ നേരത്തെ പറഞ്ഞ തന്നെയാണ്. ഒരു സിസ്റ്റത്തില് ആ സിസ്റ്റം കോസൽ ആണെങ്കിൽ അതിന്റെ എച്ച് ഓഫ് എൻ ഈക്വൽ ടു 0 ഫോർ n ലെസ് ദാൻ 0 ആയിരിക്കും. കോസൽ ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിന്റെ ഇമ്പൾസ് റെസ്പോൺസ് ഈക്വൽ ടു 0 ഫോർ n ലെസ് ദാൻ 0. നെഗറ്റീവ് വാല്യൂസ് ഓഫ് n-ന് അതിന്റെ ഇമ്പൾസ് റെസ്പോൺസ് 0 ആയിരിക്കും. അതാണ് കോസൽ സിസ്റ്റം. അപ്പൊ അത് നിങ്ങൾ ചെയ്തു വരുമ്പം കോസൽ സിസ്റ്റത്തിന് അതിന്റെ ROC ഔട്ട്സൈഡ് ഔട്ടർ മോസ്റ്റ് സർക്കിൾ ആയിരിക്കും. ഇപ്പൊ അതിന്റെ പോൾസ് എയും ബിയും ആണെങ്കിൽ, ഇപ്പൊ ബി ആണ് ഔട്ട്സൈഡ് ഉള്ള സർക്കിൾ എങ്കിൽ അതിന്റെ കോസൽ സിസ്റ്റം ആണെങ്കിൽ മോഡ് ഇസഡ് ഗ്രേറ്റർ ദാൻ മോഡ് ബി. അതായത് ബി റേഡിയസ് ഉള്ള സർക്കിളിന്റെ പുറത്തായിരിക്കും കോസൽ സിസ്റ്റത്തിൽ. അപ്പൊ അതിന്റെ ഇൻവേഴ്സ് എടുക്കുമ്പോൾ u ഓഫ് പ്ലസ് എന്നുള്ളത് എടുത്തോണം. പ്രോബ്ലം